എൻ്റെ പൊന്നെ, ഈ ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ എന്ത് എക്സ്പെൻസീവാ. നമുക്ക് ഇതിലും എന്തെങ്കിലും ബാർഗെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വേണമായിരുന്നു. എന്താ നിന്റെ പ്രശ്നം? ഇപ്പം ഈ ഒരു ഇൻഷുറൻസ് പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് കിട്ടിയാൽ നിന്റെ പ്രശ്നം തീരുമോ? പിന്നെ എൻ്റെ പ്രശ്നം എപ്പം തീർന്നു നീ ചോദിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഇൻഷുറൻസ് പ്രീമിയം ജസ്റ്റ് എക്സ്പെൻസീവ് ആണെന്ന് മാത്രമല്ല, ടൈം കഴിയും തോറും ഇത് കൂടുതൽ എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ മൾട്ടി ഇയർ ഇൻഷുറൻസ് പോളിസി സിസ്റ്റം വഴി നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം മിക്ക ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സിനും ഈ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് കീഴിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് n നമ്പർ ഓഫ് ഇയേഴ്സിൽ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാം. ഇപ്പം നിങ്ങളുടെ ഇയർലി പ്രീമിയം 40,356 രൂപയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു 5% ഇയർലി ഇൻഫ്ലേഷൻ എടുക്കുകയാണെങ്കിൽ 3 വർഷത്തേക്ക് നിങ്ങളുടെ ടോട്ടൽ പ്രീമിയം വരുന്നത് 1,33,000 രൂപയാണ്. എന്നാൽ നിങ്ങളിപ്പോൾ 3 ഇയർ മൾട്ടി ഇയർ പാക്കിൻ്റെ കീഴിൽ ഒറ്റയടിക്ക് ഇവിടെ ഇപ്പോൾ 1,18,000 രൂപ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 11% ഡിസ്കൗണ്ട് ലഭിക്കും. അപ്പം ഇവിടെ നിങ്ങളിപ്പോൾ ഓൾറെഡി 3 വർഷത്തെ പ്രീമിയം അടച്ചുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ നിങ്ങളിവിടെ ബാധിക്കില്ല. ഇനി ഇവിടെ കുറച്ച് പോപ്പുലർ ഇൻഷുറൻസ് കമ്പനീസിൻ്റെ മൾട്ടി ഇയർ പാക്സ് വരുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ആദ്യത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒറ്റയടിക്ക് ഇത്രയധികം നമ്മൾ പൈസ അടയ്ക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വേറൊരു ഇൻഷുർക്ക് നമ്മൾ പോളിസി പോർട്ട് ചെയ്യുമ്പോൾ പ്രീമിയം റീഫണ്ട് ഒന്നും നമുക്ക് ലഭിക്കില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഇവിടെ ക്ലെയിം ഒന്നും ഇല്ലാതെ പോളിസി ക്യാൻസൽ ചെയ്താൽ ഇൻഷുറൻസ് ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് റീഫണ്ട് വേണമെങ്കിൽ ലഭിക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ ക്യാഷ് ഫ്ലോ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് പ്രീമിയം ഫൈനാൻസിങ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രീമിയം അടയ്ക്കാനായിട്ട് വായ്പ എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രീമിയം ഫൈനാൻസിങ് എന്ന് പറയുന്നത്. അപ്പം ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ഫൈനാൻസ് എന്ന് കമൻറ്റ് ചെയ്യാം.